ആരോപണം വ്യാജാണ്. അപ്പം ആരോപണം റിയൽ എസ്റ്റേറ്റ് മാഫിയന്റെ ചെരുപ്പാ തുല്ലുന്നത്. മനസ്സിലായോ? ഞാൻ വെറുതെ നിങ്ങളെ വിളിച്ച് പറയില്ല. ഞാൻ പറയേ മനസ്സിലായോ? എൻ്റെ ഇതാണ് റിയൽ എസ്റ്റേറ്റ്, ഇതാണ് റിയലിൻ്റെ സുഹൃത്താ പാർട്ടി. എന്നോട് അങ്ങനെ ഒരു കാര്യം അന്വേഷിച്ചില്ല. ഞാൻ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടില്ല. ഈ ആരോപണത്തെ പറ്റി എന്താ പറയല്ലേ? പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ CPM സെക്രട്ടറി പറഞ്ഞത് പാർട്ടി ശത്രുക്കളാണ് ഈ ആരോപണം കൊണ്ടുവന്നതെന്നാണ്. എനിക്കറിയില്ല. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള എനിക്ക് സഖാക്കൾ എന്നുള്ള എനിക്കാണ് ഞാൻ കണ്ടത്. അതിലും വേറെ സഖാക്കൾക്കിടയിൽ ശത്രുക്കൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. സഖാക്കൾക്കിടയിൽ ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല. കാരണം സഖാക്കളാണ് നമ്മൾ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരുടെ ജീവൻ പോയിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മേലെ എന്ത് പറയാനാ? പാർട്ടി പറയുമോ? അല്ലാതെ ഞാൻ ഇപ്പോൾ നിങ്ങൾ പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും എല്ലാം പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പരാതി ആരോപണമൊക്കെ വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, പാർട്ടീൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഞാനെന്ത് പറയണം? അല്ല, വ്യക്തിപരമായിട്ട് അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഈ ഇടപാടുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാനിപ്പോൾ ഈ മൂപ്പര് ഇരിക്കില്ലേ, മൂപ്പരെ ഞാൻ പരിചയം, എൻ്റെ സുഹൃത്താ. ഞാൻ എങ്ങനെയാ പരിചയം നോക്കി? ഞാൻ എങ്ങനെയാ പരിചയം ചോദിക്കവരോട്? എന്നല്ല, ഞാൻ എങ്ങനെയാ പരിചയം ചോദിക്കവരോട്? ചോദിക്കേ. മനസ്സിലായോ? എൻ്റെ ഇതാണ് റിയൽ എസ്റ്റേറ്റ്, ഇതാണ് റിയലിൻ്റെ സുഹൃത്താ. മനസ്സിലായോ? ഇവരാണ് റിയൽ എസ്റ്റേറ്റ്, ഇവരെൻ്റെ സുഹൃത്താ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്ത ബന്ധമാണ്. അതിലൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്. എൻ്റെ 14 വയസ്സ് മുതൽ ഞാൻ ഈ നഗരത്തിലുണ്ട്. അന്ന് മുതലുള്ള ജീവിതം നമ്മൾ ആലോചിച്ചു. ഈ കോഴാരോപണത്തിന് എന്താണ് പറയുള്ളത്? ഞാൻ എൻ്റെ വീട് ജപ്തി ചെയ്യുന്ന നടപടി കോൺഗ്രസിൻ്റെ ഭരണാധികാരികളുള്ള ബാങ്കിലാണ് എൻ്റെ ഇതൊക്കെ ഉള്ളത്. നിങ്ങൾ പരിശോധിച്ചു. അല്ല, ഇപ്പം ഞാൻ നിങ്ങളൊരു മാധ്യമ സുഹൃത്ത് എന്നുള്ള എനിക്കിപ്പോൾ നിങ്ങളോട് നിഷേധിച്ച് പറയാൻ അറിയില്ലാത്ത ഒരാളാണ് ഞാൻ. എതിർക്കൂല ഞാൻ. നിഷേധിക്കണ്ടല്ലോ, നിങ്ങളൊരു പണിയല്ലേ. നമ്മളെന്തിനാ വെറുതെ ഒരാൾ? ആരോപണം വ്യാജാണ്. അപ്പം ആരോപണം റിയൽ എസ്റ്റേറ്റ് മാഫിയന്റെ ചെരുപ്പാ തുല്ലുന്നത്. മനസ്സിലായോ? ഞാൻ വെറുതെ നിങ്ങളെ വിളിച്ച് പറയില്ല. ഞാൻ പറയേ എന്തായാലും ഇതാണ് പ്രമോദ് കോട്ടിയുള്ളിയുടെ വിശദീകരണം. ആരോപണം വ്യാജമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നിലയ്ക്ക് ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. മാത്രമല്ല, സാധാരണക്കാരനായി പ്രവർത്തിക്കുകയാണ്, ബാങ്ക് ജപ്തിയിലാണ് എന്നതടക്കമാണ് പ്രമോദ് കോട്ടിയുള്ളിയുടെ വിശദീകരണം. ക്യാമറമാൻ ഷബീർ കല്ലീലിനോടൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, കോഴിക്കോട്.